അമ്മായി എന്താണ് മോളെ വീട് പണിയൊക്കെ എന്തുവാ എന്റെ ഭർത്താവ് വന്നോ? അമ്മ ഇവിടെ ഇരിക്കും, ഞാൻ എല്ലാം പറയാം. അമ്മായി, എന്റെ വീടിന്റെ പാല് കാച്ച അടുത്ത വ്യാഴാഴ്ചയാണ്. അടുത്ത ബുധനാഴ്ച വൈകിട്ട് എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരും. അമ്മായി തീർച്ചയായിട്ടും എന്റെ വീടിന്റെ പാല് കാച്ചിന് വരണം. അയ്യോ മോളെ പാല് കാച്ചിന് ഞാൻ വരാതെ കണ്ടിരിക്കുവോ? വലിയ വീടാണോ മോളെ? വലിയ വീടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 3000 സ്ക്വയർ ഫീറ്റ്. ആരെ പറയുന്നത് വീട് ഭയങ്കര വീടാ വെക്കുന്നതെന്നൊക്കെ പറയുന്നത്. വലിയ വീടൊന്നും ഇല്ല. അമ്മായിയോടെ ഞാനൊരു കാര്യം കൂടെ ചോദിക്കാനാ വന്നതേ. അമ്മായി, എനിക്ക് ഈ വീട് പണിയൊക്കെ ആയപ്പോ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പൈസ തന്ന അമ്മായി സഹായിക്കണം. അയ്യോ എവിടെ നമ്മളെ എന്റെ കൈ പൈസ അമ്മയുടെ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എനിക്ക് സ്വർണം തന്നാലും മതി, ഞാൻ പണയം വെച്ചിട്ടു. ഞാൻ ആ ഉണ്ടെന്നുള്ള കാര്യം നീ ആരോടെങ്കിലും? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മായിക്ക് എന്നെ വിശ്വാസം ഇല്ലയോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മായി ആ സ്വർണ്ണം ഇങ്ങോട്ട് എന്താവും, ആ മാല തന്നാ മതി അമ്മായി, ഞാൻ അത് പണയം വെച്ചിട്ട് എടുത്തോളാം. പാല് കാച്ചുന്നത് വ്യാഴാഴ്ച, അതിന്റെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച അമ്മായിയുടെ സ്വർണ്ണം ഞാൻ എടുത്തോണ്ട് തരാം. തീർച്ചയായിട്ടും കൊണ്ട് തരുമോ? തീർച്ചയായിട്ടും. അവരറിഞ്ഞാൽ എന്നോട് ഭയങ്കര ബഹളം ഉണ്ടാക്കത്തില്ലയോ? എന്റെ അല്ലല്ലോ സ്വർണം, മോന്റെ മരുമോടെ അല്ലയോ, അവരെന്നെ ഏൽപ്പിച്ചേക്കുമല്ലയോ? അമ്മായി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അമ്മായിയുടെ സ്വർണം അടുത്ത വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം ഇവിടെ കൊണ്ട് ഞാൻ തന്നിരിക്കും. എന്നെ വിശ്വാസം ഉണ്ട്. എനിക്ക് വിശ്വാസമാണ്, ഞാൻ തന്നിരിക്കും. അമ്മായി അതിങ്ങോട്ട് എടുത്തതായിരിക്കും. അതിനകത്ത് അപാകത ഉണ്ടാകരുത്, ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ ഓക്കെ. മോളെ ഇതേ മോന്റേത് മോടേതും എന്റേതല്ല. മോൾ എന്നെ ചതിക്കരുത് ഒരു കാരണവശാലും. ഇത് പിന്നെ തരാതിരിക്കില്ല. ഇല്ല ഇല്ല ഇല്ല, അടുത്ത ആഴ്ച വിശ്വാസം തന്നെയാ. തരും ഞാൻ തന്നിരിക്കും. കാരണം ഞാൻ വന്ന് അമ്മായിയുടെ പേടിയൊക്കെ പോയോ? ദാണ്ടേ അമ്മായി തന്ന സ്വർണം ദാണ്ടേ അമ്മായി ഞാൻ പറഞ്ഞ ദിവസം എന്താ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പൊന്നു മോളെ, എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ഇത് 10 പവന്റെ സാധനമല്ലയോ, എന്റേതല്ലല്ലോ, മോന്റെ മരുമോടെ വല്ലയോ. അവര് സൂക്ഷിച്ചു വെച്ചേക്കുന്ന, ഞാൻ ആർക്കും കൊടുക്കാതെ എടുക്കാതെയും വാത്ത് വെച്ചിരുന്നതല്ലയോ. അതൊന്നും വിഷമിക്കേണ്ട, ഞാൻ കൊണ്ട് തന്നല്ലോ. അമ്മായിക്ക് ബോധ്യപ്പെട്ടല്ലോ. ഒരു കാര്യം ചെയ്യാം അമ്മായി, എനിക്കൊരു ശകലം കാര്യങ്ങളൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പാല് കാച്ചിന് കാര്യമായിട്ടൊന്നും അങ്ങോട്ട് തടഞ്ഞില്ല. ചേട്ടൻ ഇന്നലെ അങ്ങ് പോവുകയും ചെയ്തു. അമ്മായി ഒരു കാര്യം, ഇച്ചിരി സ്വർണ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കൊടുത്താൽ ഞാൻ അടുത്ത തിങ്കളാഴ്ച ഇങ്ങോട്ട് തരാം. ഞാൻ പറഞ്ഞ ഡേറ്റിന് കൊണ്ടുതരും. മോളെ ചെറിയ സാധനം എന്ന് പറഞ്ഞാല് 2-3 വളയാ, അതെല്ലാം 2 പവന്റെ ഒക്കെ. അത് തന്നാലേ അത് മതി. അത് മതിയോ? അത് തന്നാൽ ഇതുപോലെ തന്നെ ഞാൻ തിരിച്ചു കൊണ്ട് തരുമോ? അടുത്ത തിങ്കളാഴ്ച എന്നൊരു ദിവസം, ഇതിപ്പോ 10 പവന്റെ ഞാൻ തിരിച്ചു കൊണ്ട് തന്നില്ലയോ? അതുപോലെ അടുത്ത തിങ്കളാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അമ്മായിക്ക് തന്നിരിക്കും. അമ്മായി ഇങ്ങോട്ട് തന്നാട്ടെ അമ്മായി, സഹായം. മോളെ ഞാൻ തരാം. പക്ഷെ അവരെപ്പോഴാ വരുന്നതെന്ന് എനിക്ക് അറിയാനൊക്കത്തില്ല. ഞാനങ്ങ് തീർന്നിരിക്കുവായിരുന്നു. വിഷമിക്കണ്ട അമ്മായിക്ക് ഞാൻ അതെല്ലാം പറയുന്ന ദിവസം കൊണ്ട് എടുത്തോണ്ട് വന്നാൽ. എന്റെ ദൈവം, എന്റെ സുജമോള് കൊണ്ടുപോയ സ്വർണവും കൊണ്ട് തന്നു. എനിക്ക് ആശ്വാസമായി. അവരൊട്ട് വന്നതുമില്ല.